കുടിവെള്ളം തടസ്സപ്പെട്ടതിനെതിരെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, ഇപ്പോൾ പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലുകളുമാണ്. അതിൽ യാഥാർത്ഥ്യം കഴിഞ്ഞ 5 ദിവസമായി തലസ്ഥാനത്തെ നഗരവാസികൾ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു, ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളതാണ്. ഈ പ്രതിഷേധം എങ്ങനെയാണ് നടക്കുന്നത്? വിവരങ്ങൾ. അനുജ, അല്പസമയമാണ് അപ്രതീക്ഷിതമായാണ് KSUവിൻ്റെ ഒരു പ്രതിഷേധം നഗരസഭയ്ക്കുള്ളിലേക്ക് അവരുടെ ഒരു കൂട്ടം എത്തിയത്. നമുക്കറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 5 ദിവസമായി കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രിയോടുകൂടി ജല അതോറിറ്റി പമ്പിംഗ് തുടങ്ങിയെങ്കിൽ പോലും ഇന്നിപ്പോഴും പലയിടങ്ങളിലും വെള്ളം ലഭിച്ചിട്ടില്ല എന്നൊരു പരാതി വരുന്നുണ്ട്. രാവിലെ 10:30 ഈ കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർമാരുടെ ഒരു സത്യാഗ്രഹം ഇവിടെ നടന്നത്. അത് UDF കൺവീനർ MM ഹസനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹവും പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 5 ദിവസമായി നഗരത്തിൽ വെള്ളമില്ലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപനം നഗരസഭയുടെയോ അല്ലെങ്കിൽ ജല അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനൊരു ബദൽ മാർഗം കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ കൃത്യമായി നഗരസഭയിലെ മറ്റുള്ള മുഴുവൻ ഇടങ്ങളിലും വെള്ളം എത്തിക്കുന്നതിനുള്ള വീഴ്ച കോർപ്പറേഷന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അതിലിടപെടേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യം MM ഹസൻ പറയുന്നുണ്ട്. ഒപ്പം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായത് വളരെയധികം വൈകിയാണ്. കാര്യം ഇത്രയധികം ദിവസം വെള്ളമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടും 5ാം ദിവസമാണ് ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഇടത്തേക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തിയത് എന്നുള്ളൊരു വിമർശനവും MM ഹസന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിൽ മന്ത്രിയും അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ചുമതലയുള്ള മേയറും രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ള ആവശ്യം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് MM ഹസന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സത്യാഗ്രഹം നടക്കുന്നതിനിടെയാണ് KSUവിന്റെ ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധവുമായി KSU പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് കയറിയത്. എന്തായാലും പോലീസിന്റെ ഒരു വലിയ സംഘം ഇവിടെയുണ്ട്. കോർപ്പറേഷന്റെ കവാടത്തിനകത്ത് പ്രവേശിച്ച് കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് നിലവിൽ KSU പ്രവർത്തകർ. അവരും ആവശ്യപ്പെടുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് യാതൊരു തരത്തിലുള്ള ഏകോപനവും അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു മുൻകരുതലും ഉണ്ടായില്ല എന്നുള്ളതാണ് അവരും ആവശ്യപ്പെടുന്നത്. 5 ദിവസം ജനങ്ങൾ വെള്ളമില്ലാതെ പൊറുതിമുട്ടി. അതും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഏതെങ്കിലും തരത്തിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരം നടപടി ഉണ്ടായിട്ട് പോലും കൃത്യമായി വെള്ളം എത്തിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. ഒപ്പം കോർപ്പറേഷൻ തന്നെ സജ്ജീകരിച്ച വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള ഒരു ആപ്പ്, ആ ആപ്പിലൂടെ ആളുകൾ ശ്രമിച്ചിട്ടും അത്തരത്തിൽ വെള്ളം എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. വളരെ വൈകിയാണ്, ആവശ്യപ്പെട്ടവർക്കൊക്കെ വളരെ വൈകിയാണ് വെള്ളം എത്തിയതെന്ന് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും KSUവും അടക്കമുള്ള സംഘടനകൾ, അതിന്റെ പ്രവർത്തകർ വലിയ സമരവുമായി വലിയ പ്രതിഷേധവുമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. കോൺഗ്രസ് കോർപ്പറേഷന്റെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ കൗൺസിലർമാർ. ഒപ്പം ഈ പറയുന്ന KSUവിന്റെ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം, ഒരു മാർച്ച് ഇപ്പോൾ നിലവിൽ അവർ കോർപ്പറേഷന്റെ ഉള്ളിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന രീതിയിലാണ്. എന്തായാലും ഇവരെ നിലവിൽ പോലീസും മറ്റ് സംഘങ്ങളും ഇവിടെയുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം. അതിനിടെയാണ് ഇപ്പോൾ KSU കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിൽ ഏർപ്പെട്ടത്. ഇപ്പോൾ എന്താണ് തലസ്ഥാനത്തെ അവസ്ഥ? അവിടെ മുഴുവൻ ഇടങ്ങളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ടോ? അജീഷ് ജയകുമാർ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. അജീഷ്, ഇന്നലെ കൊണ്ട് പമ്പിംഗ് തുടങ്ങിയിരുന്നു, പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അല്പസമയം മുൻപൊക്കെ ചില പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു, മുടവൻ മകൾ, തമലം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ല ഇനിയും എന്നുള്ളത്. നിലവിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? വെള്ളം എത്താത്ത മേഖലകൾ ഇനിയും ഉണ്ട് എന്നതാണോ? അനുജ, വെള്ളമെത്താത്ത മേഖലകൾ ഇനിയും ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് ഈ വെള്ളം കിട്ടിയതിൻ്റെ ആശ്വാസം ആളുകളുടെ മുഖത്തുണ്ട്, മറ്റൊരു ഭാഗത്ത് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഈ വെള്ളം കിട്ടാത്തത് ഇന്ന് നേമം, മേലാങ്കോട്, PTP നഗർ, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം പോലുള്ള സ്ഥലങ്ങളിൽ, ഇതിനപ്പുറം ഇനി ഇതിനിടയിലുള്ള കുറേ സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും ഇതുവരേക്കും വെള്ളം എത്തിയിട്ടില്ല. ആളുകളൊക്കെ രാവിലെയും പൈപ്പ് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ, പക്ഷേ അപ്പോഴും വെള്ളം കിട്ടിയിട്ടില്ല. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ടാങ്കർ ലോറികളിലും
പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ ഭാഗത്തെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം MLAയും മന്ത്രിയുമടക്കം പറഞ്ഞത് ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലേക്കും പൂർണ്ണമായിട്ടും തലസ്ഥാന നഗരത്തിൻ്റെ 45 വാർഡുകളിലേക്കും വെള്ളം എത്തുമെന്നായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി മാത്രമേ പൂർണ്ണമായും ഇത് സാധ്യമാകൂ. രാവിലെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലാകും ആദ്യം വെള്ളം എത്തുക. അതിനെ തുടർന്നാണ് ഇന്ന് ആറ്റുകാൽ, മണക്കാട്, കുരിയാത്തി, അതേപോലെ മരുതൻകുഴി പോലുള്ള മേഖലകളിൽ രാവിലെ വെള്ളം കിട്ടിത്തുടങ്ങിയത്. ആ ഭാഗത്ത് ജനങ്ങളുടെ മുഖത്ത് അതിൻ്റെ ആശ്വാസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ഉയർന്ന സ്ഥലങ്ങളിൽ വെള്ളം ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ വെള്ളം എത്താൻ വൈകുന്ന ഇടങ്ങളിൽ കൂടുതൽ ടാങ്കർ ലോറികൾ ഏർപ്പെടുത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ പര്യാപ്തമായ ടാങ്കർ ലോറികൾ ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം വളരെ കുറച്ച് ടാങ്കർ ലോറികൾ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ട്രിപ്പ് ആ ഭാഗത്തേക്ക് അടിക്കേണ്ടി വരുന്നു. ആ റോഡിൻ്റെ ഒരു വശത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് പേർ പാത്രവുമായി നിൽക്കുമ്പോൾ ആ ഭാഗത്ത് കുറച്ച് വീടുകൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ടാങ്കർ ലോറിയുടെ വെള്ളം തീർന്നു പോകുന്നു. അങ്ങനെ ആവശ്യമായ പര്യാപ്തമായ ടാങ്കർ ലോറികൾ ഇത്തരത്തിൽ വെള്ളം എത്താത്ത മേഖലകളിൽ വിന്യസിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിമർശനം കൂടിയുണ്ട്. നമ്മൾ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ 50 ടാങ്കർ ലോറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 50 ലോറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളം കിട്ടാത്തത് വലിയൊരു കുറവ് തന്നെയാണ്. ആളുകൾ ഇപ്പോഴും നെട്ടോട്ടം ഓടുകയാണ്. ഇന്ന് ആകെ ഒരു ആശ്വാസമുള്ളത് സ്കൂളുകൾക്ക്, നഗരസഭാ പരിധിയിലുള്ള സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയാണ്. കേരള സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഈ നഗരസഭയ്ക്ക് പുറത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ജോലിക്കായി അതാണ് ഇപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. അതിനിടെയാണ് നേരത്തെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നത്. കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് KSU പ്രവർത്തകർ നടത്തിയത്. അവിടെ പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി KSU പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് കയറി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. മുദ്രാവാക്യം മുഴക്കി മേയർ രാജിവെക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് നീക്കുകയാണ്. ഏറ്റവും പുതിയ മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പസമയമാണ് അപ്രതീക്ഷിതമായി KSUവിന്റെ പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ നിലവിൽ അവർ അകത്ത് കയറി കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഓരോ പ്രവർത്തകരെയായി പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സമരം ശക്തമാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവും KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഓരോ പ്രവർത്തകരെയും ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റും. കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് KSUവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ പറയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആദ്യം അവർ കോർപ്പറേഷൻ കവാടത്തിനുള്ളിൽ കയറി കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഈ കോർപ്പറേഷൻ ഓഫീസുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസിന്റെ ഒരു ഇടപെടൽ ഈ പ്രതിഷേധത്തിന് നേരെ ഉണ്ടായത്. എന്തായാലും നിലവിൽ മുഴുവൻ പ്രവർത്തകരെയും കോർപ്പറേഷൻ അകത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. ഇവരെ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഈ കുടിവെള്ളം ആയി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി, ആ പ്രതിസന്ധിക്കെതിരെ നഗരസഭയുടെയും അതുപോലെ തന്നെ ജല അതോറിറ്റിയുടെയും അനാസ്ഥയ്ക്കെതിരായ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യമാണ് KSUവും അതുപോലെ തന്നെ കോൺഗ്രസും അറിയിക്കുന്നത്. അനുജ, ഇപ്പോഴും അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, അതായത് മറ്റ് കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ടോ അഖിൽ ഷാ? അനുജ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ 10:30 കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം ഇവിടെ തുടങ്ങിയിരുന്നു. ആ പ്രതിഷേധം ആ സത്യാഗ്രഹം നടക്കുന്നതിനിടെയാണ് MM ഹസൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം വളരെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതായത് ഈ ജലവിഭവ വകുപ്പിന്റെയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെയും ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം. അതായത് തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 5 ദിവസമായി വെള്ളമെത്തുന്നില്ല. ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. കാശ് കൊടുത്ത്
വെള്ളം വാങ്ങേണ്ട അവസ്ഥയുണ്ടായി. ആദ്യമൊക്കെ കോർപ്പറേഷൻ പറഞ്ഞത് അത് ഈ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല ശരി, അത്തരത്തിലേക്ക് മുന്നറിയിപ്പ് നൽകിയില്ല. അതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയത് എന്നുള്ളതാണ് കോർപ്പറേഷന്റെ നിലപാട്. പക്ഷേ കോർപ്പറേഷന് മുന്നിലുള്ള പ്രതിഷേധം കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് കൂടി വ്യാപിച്ചു. ഇന്നിപ്പോൾ KSU പ്രവർത്തകരാണ് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിൽ ഏർപ്പെട്ടത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. 5ാം ദിനവും കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നുള്ളതാണ്. 5ാം ദിനവും കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ് തലസ്ഥാനത്തെ നിവാസികൾ.